മോന്റെ മോനും ഉപ്പയും വരുമ്പോഴേക്ക് ഈ ഉമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്തിനാ മോനെ? ആ മകൻ പറയുന്നു ഉമ്മ, അവിടുന്ന് സമ്മതിച്ചാലും ഉമ്മ. ആ ഉമ്മ കാല് പൊക്കുമ്പോ ഉമ്മയുടെ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണ് വടിച്ചെടുത്ത് ഒരു കടലാസിലിട്ട് പൊതിഞ്ഞുകൊണ്ട് ഉപ്പയുടെ സമീപത്തേക്ക് വരുന്നു. ഉപ്പ ഇത് സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ, എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഉപ്പാ എന്ന് പറഞ്ഞപ്പോ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടുത്തെ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ സന്തോഷം കൊണ്ട് കണ്ണീരൊഴുകി. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നമോനെ വാരിപ്പറഞ്ഞു ചുംബനം നൽകിയിട്ട് ചോദിക്കുന്നു, മിൻ ഐന ജിഅ്ത ബിഹി, മോനെ നിനക്ക് ഈ മണ്ണ് എവിടുന്നാ? ആ മകൻ പറയുന്നു, മിൻ തഹ്തി ഖദമി ഉമ്മി, മിൻ തഹ്തി ഖദമി ഉമ്മി. ഉപ്പാ, ഇതെന്റെ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്നാ, അതെന്റെ സ്വർഗമാണ് ഉപ്പാ. ഞാനെന്റെ സ്വർഗത്തിൽ നിന്നാണ് ഈ മണ്ണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നമോനെ വാരിപ്പുണർന്ന് ചുംബനം നൽകുന്നു. എന്നിട്ട് ആ മകനോട് ഉപ്പ പറയുന്നു, ഉമ്മയെ മറക്കാത്ത മോനെ, ഈ ഉപ്പാനെ മറക്കരുത്. അല്ലബാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, അൽഅബാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. ഉമ്മയെ മറക്കാത്ത മോനെ, ഉപ്പാനെ മോൻ ഒരിക്കലും മറക്കരുത്. ഉമ്മയും ഉപ്പയും സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകൻ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഓടിപ്പോയത് വീട്ടിൽ നിൽക്കുന്ന ഉമ്മയുടെ സമീപത്തേക്ക്. എത്ര അർത്ഥമുള്ള കാര്യങ്ങളാണ്. നമ്മെ പോലെയല്ല ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. ആ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിവല്ലാഹി ഫീ റിവൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. റിവല്ലാഹി അല്ലാഹുവിന്റെ തൃപ്തി, ഫീ റിവൽ വാലിദൈൻ മാതാപിതാക്കളുടെ തൃപ്തിയിലാകുന്നു. വസുഖ്തുല്ലാഹി അല്ലാഹുവിന്റെ കോപം, ഫീ സുഖ്തിൽ വാലിദൈൻ മാതാപിതാക്കളുടെ കോപത്തിലുമാകുന്നു. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളുടെ ദുആഇന്റെ പവർ ഭയങ്കര പവറുള്ളതാണ്. അവരുടെ ദുആഇന് ഭയങ്കര അസറാ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാനൊരു ചെറിയ സംഭവം പറയാം. നമുക്കറിയില്ലേ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ആധികാരികമായി പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവ് ബുഖാരി ഇമാമിന്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അവിടുത്തെ കണ്ണിന്റെ കാഴ്ച ബുഖാരി ഇമാമിന്റെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അനാഥയായ കുഞ്ഞിനെ ഉമ്മ ഏറ്റെടുത്തു. അനാഥയായ കുഞ്ഞിനെ എടുത്ത്
കുഞ്ഞ് യതീമ. ഈ കുഞ്ഞിന്റെ കണ്ണിന് നീ നല്ല കാഴ്ച കൊടുക്കണം അല്ലാഹ്. ഒരൊറ്റ ദുആ. ആ രാത്രിയിൽ ആ ഉമ്മ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്വപ്നം കാണുന്നു. ആ ഉമ്മയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നിനക്കുത്തരം അല്ലാഹു തന്നെ ചെയ്തു പോയി. കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചു പോയി. പെണ്ണേ, നിനക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്തിരിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ച ലഭിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം ഉമ്മ സുബ്ഹിക്ക് ചെന്ന് തന്റെ പൊന്നുമോനെ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്, തന്റെ കുഞ്ഞിന്റെ കണ്ണിന് പൂർണ്ണമായും കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഇവിടെ സംഭവിച്ചതെന്താ? ദുആഉൽ വാലിദി വലദിഹി കദുആഇൻ നബിയ്യി ലി ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതാപിതാക്കളുടെ ദുആഇന്റെ പവർ. നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ഉള്ളൊരുക്കി ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുന്നത് എപ്രകാരമാണെന്നോ? അല്ലാഹുവിന്റെ 1,24,000-ൽ പരം പ്രവാചകന്മാർ അവരുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തത് അല്ലാഹു എപ്രകാരം സ്വീകരിച്ചിട്ടുണ്ടോ അപ്രകാരം തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ തന്നെ മറ്റൊരു ദിവസം വേറെ ഒരു ഉമ്മ തന്റെ മകനോട് പറയുന്നു, എന്റെ പൊന്നുമോനെ, നീ പുറത്തേക്ക് പോയി ഈ ഉമ്മയ്ക്ക് ഒരൽപ്പം വെള്ളമെടുത്തുകൊണ്ട് വരുമോ? ആ മകൻ പുറത്തേക്ക് പോയി വെള്ളമെടുത്തുകൊണ്ട് വരുമ്പോ എന്റെ പൊന്നുമ്മ ഉറങ്ങിപ്പോയി. ഉമ്മയുടെ അടുത്ത് ആ മകൻ വെള്ളവുമായി കാത്തിരുന്നു. പിറ്റേ ദിവസം ഉമ്മ കണ്ണു തുറക്കുമ്പോൾ തന്റെ പൊന്നുമോൻ വെള്ളവുമായി അടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട ഉടനെ ഉമ്മ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ ഈ മോനെ നീ ലോക പ്രസിദ്ധനായ ഒരു പണ്ഡിതനാക്കണേ റബ്ബേ. പിൽക്കാലത്ത് ആരായിട്ടാണ് ആ കുഞ്ഞ് വന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു 3 സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആ ചരിത്രത്തിലുള്ള മഹാപണ്ഡിതനെ നിങ്ങൾക്കറിയുമോ? അതേ, കിതാബ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വിളക്ക് അണഞ്ഞത് കാരണം കൈവിരൽ പ്രകാശിച്ച് കിതാബ് എഴുതി പൂർത്തിയാക്കിയ ഒരു മഹാനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ ഇമാം മുഹീദ്ദീനുൻ നബവി. മുഹീദ്ദീനുൻ നബവി റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. ഈ കുഞ്ഞൊന്ന് നാം മനസ്സിലാക്കണം. ഇനി എന്റെ ഉമ്മ വാപ്പമാരോട് ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുകയാണ്. ചില മാതാപിതാക്കൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും തലയിൽ കൈവച്ചിട്ട് മക്കളെ ശപിക്കും. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ പിന്നീട് ഒരു സമയത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്ത് നിൽക്കണം. പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد
والآل والأصحاب سلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സാലിഹായ അമലായി നീ കബൂലാക്കണം അല്ലാഹ്. ഇവിടെ സംബന്ധിച്ചവർക്കെല്ലാം നീ ഖൈറ് നൽകണം അല്ലാഹ്. നീ ഞങ്ങളിലേക്ക് ഖൈറിനെ അടുപ്പിക്കണം അല്ലാഹ്. ശർറിനെ തട്ടിക്കളയണം റബ്ബേ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ നീയത്തിനെ നീ നന്നാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി കബീർ സാഹിബ് അടക്കം പലരും അഹോരാത്രം കഷ്ടപ്പെട്ടു. എല്ലാവരുടെയും പ്രവർത്തനങ്ങളിൽ നീ ഖൈറ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. വൃദ്ധരായ ഉപ്പാപ്പമാരുണ്ട് റബ്ബേ, വൃദ്ധരായ ഉമ്മാമമാരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ അഭിവന്യരായ ഉസ്താദുമാർ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആദരണീയരായ ശൈഖുനാ ദാരിമി ഉസ്താദ് ആശുപത്രിയിലാണ് അല്ലാഹ്. ബഹുമാനപ്പെട്ട കായംകുളം താഹ ഉസ്താദ് ആശുപത്രിയിലാണ് റബ്ബേ. കാഫിയായ അല്ലാഹ്, കാഫിയായ റബ്ബേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബേ, അവരുടെ തർബിയത്തിലായി, അവരുടെ തസ്കിയത്തിലായി നീ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എന്റെ അഭിവന്യരായ പിതാവിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്. എന്റെ മാതാവിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ കൂടിയ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഈ കൂടിയതിനെ നീ പാഴാക്കല്ല അല്ലാഹ്. അല്ലാഹ്, നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞാനിവിടെ പ്രസംഗിച്ചു, എനിക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല റബ്ബേ. ഞാനിവിടെ പ്രസംഗിച്ചത് കൊണ്ട്, ഞാനിവിടെ പ്രഭാഷണം നടത്തിയത് കൊണ്ട് അല്ലാഹ് ഒരാളെങ്കിലും നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. നീ ഹിദായത്തിലാക്കണേ റബ്ബേ. നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. അങ്ങനെ ഒരാൾ ഹിദായത്തിലായാൽ പറഞ്ഞ ഞാനും രക്ഷപ്പെട്ടു. പ്രഭാഷണത്തിന് വേണ്ടി പരിശ്രമിച്ച എന്റെ പിതാവും രക്ഷപ്പെട്ടു. ഈ പരിപാടി സംഘടിപ്പിച്ചവരും രക്ഷപ്പെട്ടു. ഇവിടെ ഒരുമിച്ച് കൂടിയവരും രക്ഷപ്പെട്ടു. അല്ലാഹ്, നീ ഒരാളെ ഹിദായത്തിലാക്കണേ റബ്ബേ. ഈ പരിപാടിയിലേക്ക് ധാരാളമായി പലരും സംഭാവനകൾ നൽകി. എല്ലാവരുടെയും സംഭാവനകൾ ഈ ജാരിയായ സദഖകളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. നീ ജാരിയായ സദഖകളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അഷ്റഫ് സാഹിബിന്റെ ബിസിനസ്സിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ എല്ലാവിധമായ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരാപത്തിലും നീ പെടുത്തല്ല റബ്ബേ. സദഖത്തു റബ്ബുൽ ബലാഅല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ബലായിനെ തൊട്ടും
നീ കാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. രോഗങ്ങളെ തൊട്ട് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. ആഫിയായ റബ്ബേ എല്ലാവരുടെയും എല്ലാവിധമായ രോഗങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ക്യാൻസർ പോലുള്ള, എയ്ഡ്സ് പോലുള്ള, ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നവരുടെ നീ ഞങ്ങളുടെ നാടിനെ കാക്കണേ അല്ലാ. എബോള പോലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കള്, കൂട്ടുകാര്, ഈ പരിപാടിയിൽ സംഘടിച്ചവര് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മക്കളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. എന്റെ പിതാവിന്റെ 8 വർഷത്തെ ഉസ്താദും എന്റെ ഉമ്മയുടെ പിതാവുമായ ഖാസിം കുഞ്ഞുസ്താദ്, കുളപ്പാടം ഉസ്താദ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഖാസിം കുഞ്ഞുസ്താദ് മരണപ്പെട്ടു പോയി അല്ലാ. നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ആ ഉപ്പയുടെ കാവൽ നീ ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാ. ആ ഉപ്പയുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങൾക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട വാഴക്കാടൻ ഉസ്താദ്, ഫദീൽ ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാ. ഫാസിദീങ്ങളുടെ, മുഫ്സിദീങ്ങളുടെ എല്ലാ ശർറിൽ നിന്നും നീ കാക്കണേ അല്ലാ. മുഫ്സിദീങ്ങളുടെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഔലിയാക്കന്മാരുടെ പച്ചറച്ചി തിന്നുന്ന വിദേത്തുകാരിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറപ്പിക്കണേ അല്ലാ. ഒരൊറ്റ വിധേയ ആശയക്കാരോടും ഞങ്ങളുടെ മനസ്സിൽ ഒരു അനുകമ്പ നീ തരല്ല അല്ലാ. അവരുടെ ആശയങ്ങൾ സത്യമാണോ എന്ന് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു ചിന്ത പോലും തരല്ല അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നീ നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. കബീർ സാഹിബിന്റെ മാതാവ് 98 വയസ്സുണ്ട്. നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആ ഉമ്മയുടെ എല്ലാവിധമായ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വൃദ്ധരായ പലരും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി അല്ലാ, അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാവിധമായ ശർറിനെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. 5 നേരം നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ പള്ളി വെച്ച് കൊടുക്കുന്ന അഷ്റഫ് സാഹിബിന് നീ ഖൈർ നൽകണം അല്ലാ. ഇവിടെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന നൽകിയ എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ ഇന്ന് നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ സാലിഹീങ്ങളായ മക്കളാക്കണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെടുമ്പോ ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്നു നിന്ന് ദുആ ചെയ്യുന്ന മക്കളെ നീ വാർത്തെടുക്കണം അല്ലാ. അല്ലാഹുവേ എല്ലാ മക്കളെയും നീ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആബിദീങ്ങളും ആക്കണേ അല്ലാ. ആരിഫീങ്ങളാക്കണേ റബ്ബേ. മഹത്തുക്കളായ ആലിമീങ്ങളുടെ തർബിയത്തിലായി നീ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. അഭിമന്യരായ സുലൈമാൻ ഉസ്താദ് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. രോഗത്തിലാണ് അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരെയും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഇല്ലത്തിലാക്കല്ല അല്ലാ. അല്ലാഹുവേ അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ പരിപാടിയിൽ സംഘടിച്ചവർ പലരും ബിസിനസ്സുകാരുണ്ട്. അവരുടെ ബിസിനസ്സുകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ പുരോഗതി നൽകണേ റബ്ബേ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളുടെ ദുആ ഇന്ന് സ്വീകരിക്കണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقا
فرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا تقبل منا دعاءنا وخطبتنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأقاربنا ولمن أحب وأحسن إلينا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت اللهم اجعل آخر كلامنا عند الموت كلمة التوحيد لا إله إلا الله محمد رسول الله صلى الله عليه وسلم توفنا مسلمين والحقنا بالصالحين اللهم ربنا زدنا علما نافعا وحلما وعملا متقبلا اللهم رب طمن بالخير والسعادة اللهم ربنا رب ارحم كما ربياني صغيرا آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സകലം തണലാണ് സ്നേഹക്കാവാണ് ഉമ്മ സകലം തണലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളിൻ ഉദിമതിയാമൊത്ത് മുഹമ്മദ് പൂമൊഴിയിലുള്ളിലുറച്ചോളിൻ കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ് പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല കണ്ണുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ് പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല